ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തുവിടുമെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. 6-ാം തീയതി വാർത്താസമ്മേളനം നടത്തി കണക്കുകൾ വ്യക്തമാക്കും. കണക്ക് പുറത്തുവിടണമെന്ന് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന LDFന്റെ വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ ഇന്ന് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് പരോൾ നൽകുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷത്തെ MV ഗോവിന്ദൻ വിമർശിച്ചു. MV ഗോവിന്ദന്റെ പ്രതികരണം കാണാം. ഇപ്പോൾ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ ചേരുന്നുണ്ട്. ആ പ്രതികരണത്തിലേക്ക്, MV ഗോവിന്ദന്റെ പ്രതികരണത്തിലേക്ക് ഉടനെത്താം. അതിനു മുമ്പ് അജീഷ് ജയകുമാർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും. അജീഷ് ജയകുമാർ, വിവാദങ്ങൾക്കിടെ ഇപ്പോൾ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട്, രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ പുറത്തുവിടാൻ CPIMന്റെ കണ്ണൂർ ജില്ലാ നേതൃത്വം തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ MV ഗോവിന്ദൻ ഇക്കാര്യം പരസ്യമായി പറയുകയും ചെയ്തിരുന്നതാണ്. കണക്കുകൾ ഇപ്പോൾ പുറത്തുവിടാൻ പോകുന്നു. V കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങൾക്കുള്ള മറുപടി കൂടിയായിരിക്കുമല്ലോ ഈ കണക്കുകൾ പുറത്തുവിടുന്നതിലൂടെ CPIM ലക്ഷ്യമിടുക. അജീഷ്. ദിലീപ് കുമാർ, ഈ CPIMനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഒരു കീഴ്വഴക്കമല്ല. ഈ പാർട്ടിയിലെ കണക്കുകൾ അത് അവരുടെ കീഴ്ഘടകങ്ങളിൽ അവതരിപ്പിക്കാറാണ് പാർട്ടിയുടെ ഒരു പതിവ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ V കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾ, അതിന് പാർട്ടിക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിയാത്തത് അണികൾക്കിടയിൽ വലിയ സംശയങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. കൂടാതെ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ രക്തസാക്ഷി ഫണ്ടിൽ ഉൾപ്പെടെ ക്രമക്കേട് നടത്തി എന്ന് പറയുമ്പോൾ അത് പാർട്ടിക്ക് വലിയ നാണക്കേടാണ്. അതുകൊണ്ട് കൂടിയാണ് സംസ്ഥാന നേതൃത്വം ഈ കണക്കുകൾ പുറത്തുവിടണമെന്ന നിർദ്ദേശം ജില്ലാ കമ്മിറ്റിക്ക് നൽകിയത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അത് ഈ വികസന മുന്നേറ്റ യാത്രയുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലെ ഒരുക്കങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനാണ്. അപ്പോൾ തന്നെ ഈ കുഞ്ഞികൃഷ്ണന്റെ ആരോപണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഈ പുസ്തകം പുറത്തിറങ്ങട്ടെ, അതിനുശേഷം 6-ാം തീയതി വിശദമായിട്ടൊരു വാർത്താ സമ്മേളനം നടത്താം, നിങ്ങൾ ഈ പുസ്തകത്തിലെ പറയുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് വിശദമായി നിങ്ങൾ ചോദ്യങ്ങൾ തയ്യാറാക്കി വെച്ചോളൂ, ഓരോ ചോദ്യത്തിനും വ്യക്തമായ ഉത്തരം പാർട്ടി നൽകും എന്നായിരുന്നു KK രാഗേഷ് മറുപടി നൽകിയത്. അതിനുശേഷം ആയിരുന്നു ഈ കണക്കുകൾ പുറത്തുവിടുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത അദ്ദേഹം വരുത്തിയത്. നേരത്തെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ കണക്കുകൾ അത് പാർട്ടിയിൽ അവതരിപ്പിച്ചുകൊള്ളാം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പക്ഷേ പാർട്ടി അണികൾക്കുള്ളിൽ തന്നെയും പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെയും വലിയ അമർഷമുണ്ട്, സംശയങ്ങളുണ്ട്. ഈ V കുഞ്ഞികൃഷ്ണൻ തെളിവുകൾ സഹിതം ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ളൊരു സംശയം പാർട്ടി അണികൾക്കുണ്ട്. പ്രത്യേകിച്ച് പയ്യന്നൂരിൽ പോലും ലോക്കൽ കമ്മിറ്റികളിലും ബ്രാഞ്ച് കമ്മിറ്റികളിലും പാർട്ടി പ്രവർത്തകർ ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നേതൃത്വത്തോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. അങ്ങനെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കാൻ ഈ കണക്കുകൾ പുറത്തുവിട്ടൂടെ എന്നാണ് അണികൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും ഉണ്ടായ ചോദ്യം. അതുകൊണ്ടാണ് ഈ കണക്കുകൾ പുറത്തുവിടാൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും 6-ാം തീയതി ആയിരിക്കും ഈ വരുന്ന 4-5 ദിവസം വികസന മുന്നേറ്റ ജാഥ കണ്ണൂരിലൂടെയാണ് പര്യടനം നടത്തുന്നത്. ആ ജാഥ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് വിശദമായ ഒരു വാർത്താ സമ്മേളനം 6-ാം തീയതി നടത്തുക. എന്തായാലും ഇന്ന് വികസന മുന്നേറ്റ ജാഥ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കുന്ന കാഞ്ഞങ്ങാട് മണ്ഡലത്തിലും ഉദുമ മണ്ഡലത്തിലുമാണ് രാവിലെ പര്യടനം. അതിനുശേഷം വൈകിട്ടോടെയാണ് പയ്യന്നൂരിൽ സ്വീകരണം നൽകുക. പയ്യന്നൂരിൽ 6 മണിയോടെ MV ഗോവിന്ദൻ, ഈ ജാഥയെ നയിക്കുന്ന MV ഗോവിന്ദൻ അവിടെ ഉദ്ഘാടനം നടത്തി പ്രസംഗിക്കും. ഈ കുഞ്ഞികൃഷ്ണന്റെ ആരോപണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികരണം നടത്തുമോ എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. കണ്ണൂരിലെ ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തുവിടുന്നതിന് CPIMന്റെ കണ്ണൂർ ജില്ലാ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ. നമുക്ക് നേരത്തെ MV ഗോവിന്ദൻ മാധ്യമപ്രവർത്തകരോട് കണ്ണൂരിൽ പറഞ്ഞത് എന്താണ് എന്ന കാര്യം കേൾക്കാം. അവർക്ക് വേറെ ഒന്നും പ്രതിഷേധിക്കാനില്ല, അതുകൊണ്ടാണ് അവർക്ക് വേറൊന്നും കേരളത്തെ പറ്റി പറയാൻ പറ്റില്ല, കേരളത്തിൻ്റെ വികസനത്തെ പറ്റി പറയാൻ പറ്റില്ല, കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ച ബഡ്ജറ്റിനെ പറ്റി പറയാൻ പറ്റില്ല, ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കേരള അവഗണനയെ പറ്റി പറയാൻ പറ്റില്ല. ഒന്നും പറയാതിരിക്കാൻ വേണ്ടി ആയിരിക്കും ജാമ്യം കിട്ടിയ അല്ലെങ്കിൽ മറ്റെന്താ ഞങ്ങൾ പറഞ്ഞ് പരോള് കിട്ടിയതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞുകൊണ്ടോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.